നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വിഷുവിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴ ഒരുങ്ങി. വിഷുപ്പുലരിക്കായി നഗരത്തിലെ വഴിയോരങ്ങളിൽ കണിക്കൊന്നപ്പൂ വിൽപ്പന സജീവമായി. വിലയിലും വർധനവ്. വിഷുവിപണി കൈയടക്കി മൂവാറ്റുപുഴയിൽ പടക്ക വിപണി. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന പുതുമയാർന്ന ഇനങ്ങൾ. വിഷുപ്പുലരിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വിഷുക്കണി ദർശന ഒരുക്കങ്ങൾ പൂർത്തിയായി. മേൽശാന്തി വാസുദേവ ശർമ്മയുടെ നേതൃത്വത്തിൽ മഹാവിഷുക്കണി ദർശനം. മൂവാറ്റുപുഴ നഗരസഭാ പ്രദേശത്തെ വളർത്തുനായ്ക്കൾക്ക് നിർബന്ധമായും ലൈസൻസ് എടുക്കണം. ആക്രമണവും അനുബന്ധ രോഗവ്യാപനവും തടയാൻ അറിയിപ്പ് നൽകി നഗരസഭാ സെക്രട്ടറി. പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം റൂറൽ 7ാമത് ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ 22-ന് മേള ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടും. വാർത്തകൾ വിശദമായി. മലയാളികളുടെ പുതുവർഷമായ വിഷുവിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴ ഒരുങ്ങുന്നു. വിഷുപ്പുലരിക്കായി നഗരത്തിലെ വഴിയോരങ്ങളിൽ കണിക്കൊന്നപ്പൂ വിൽപ്പന സജീവമായി. വിഷുപ്പുലരിയെ വരവേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മൂവാറ്റുപുഴയിലെ വഴിയോരങ്ങളിൽ കണിക്കൊന്നപ്പൂ വിൽപ്പന സജീവമായി. വിഷുക്കണി ഒരുക്കുന്നതിന് ഒഴിച്ചുകൂടാനാകാത്ത കണിക്കൊന്നയ്ക്ക് ഇത്തവണയും ആവശ്യക്കാരേറെയാണ്. കണി കാണുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടേണ്ടത് കണിക്കൊന്നയാണെന്നാണ് വിശ്വാസം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണിക്കൊന്നയെ കണക്കാക്കുന്നു. വിഷുവിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ രാവിലെ മുതൽ തന്നെ നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലും MC റോഡ്, പെരുമ്പാവൂർ, തൊടുപുഴ റോഡ് ഭാഗങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും വഴിയോര കച്ചവടക്കാർ പൂക്കളുമായി എത്തിത്തുടങ്ങി. കഴിഞ്ഞ വർഷം 30 മുതൽ 40 രൂപ വരെ ഉണ്ടായിരുന്ന ഒരു കെട്ട് പൂവിന് ഇത്തവണ 50 രൂപയായി വർദ്ധിച്ചു. ഇത്തവണ നേരത്തെ പൂത്തതുമൂലം പൂക്കളുടെ ലഭ്യത കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നു. എല്ലാ വർഷവും ഉണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് സ്ഥിരം ഉണ്ട്. പിന്നെ വിഷുവൊക്കെ വന്നപ്പം ഞങ്ങളിങ്ങനെ പൂ കുറച്ച് ഇവിടെ വെക്കുകയാണ്. എനിക്കുണ്ട്, കുഴപ്പമില്ല. ഇന്നിപ്പം കുറേ പൂ പോയി. അത്യാവശ്യം കച്ചവടമുണ്ട്. കണിക്കൊന്ന നേരത്തെ പൂത്ത് പോയതുകൊണ്ട് ഇപ്രാവശ്യം പൂ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. പൂവിന്റെ ലഭ്യത കുറവാണെങ്കിലും വിഷുക്കണി ഒരുക്കുന്നതിന് ഒഴിച്ചുകൂടാനാകാത്ത കണിക്കൊന്നയ്ക്ക് ഇത്തവണയും ആവശ്യക്കാരേറെയാണ്. വിഷുവിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കണിവെള്ളരി, ചക്ക, മാങ്ങ എന്നിവയ്ക്കൊപ്പം കണിക്കൊന്നയ്ക്കും വിപണിയിൽ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. വിഷുവിപണി കൈയടക്കി മൂവാറ്റുപുഴയിൽ പടക്ക വിപണി സജീവമായി. വിഷു ആഘോഷങ്ങൾ നിറവേറ്റാൻ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന പുതുമയാർന്ന ഇനങ്ങളാണ് ഇത്തവണത്തെ ആകർഷണം. വിഷുവിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മൂവാറ്റുപുഴയിൽ പടക്ക വിപണി സജീവമായി. പരമ്പരാഗത പടക്കങ്ങൾക്ക് പകരം കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്ന പുതുമയാർന്ന ഇനങ്ങളാണ് ഇത്തവണ വിപണിയിലെ പ്രധാന ആകർഷണം. വിസിൽ ശബ്ദത്തോടുകൂടി വിവിധ നിറത്തിൽ വിരിയുന്ന പെൻസിൽ പടക്കങ്ങൾ, കമ്പിത്തിരി വിഭാഗത്തിലെ നവീന രൂപകൽപ്പനകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. പരിസ്ഥിതി സൗഹൃദമായ ഹരിത പടക്കങ്ങളും ഇത്തവണ വിപണിയിലെ പ്രധാന ആകർഷണമായി മാറിയിട്ടുണ്ട്. പഴയകാല ഓലപ്പടക്കവും അമിട്ടും പിന്നോട്ടു പോകുമ്പോൾ ആകാശത്ത് വിസ്മയം തീർക്കുന്ന പുതിയ തലമുറ പടക്കങ്ങളാണ് വിപണിയിൽ മേൽക്കൈ നേടുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന നീളം കൂടിയ കമ്പിത്തിരികൾ, സ്പിൻ കമ്പിത്തിരികൾ, നിലച്ചക്രങ്ങൾ, മാജിക് വിപ്പ്, ലോലിപോപ്പ് എന്നിവയും വിപണി സജീവമാണ്. നിലവിലെ വിലപ്പട്ടിക പ്രകാരം മാലപ്പടക്കം ചെറുതിന് 80 രൂപ, പെൻസിൽ പടക്കം 90, മാലപ്പടക്കത്തിന്റെ പാക്കറ്റിന് 350 രൂപ, പൂക്കുറ്റിക്ക് 200 എന്നിങ്ങനെയാണ്. മൂവാറ്റുപുഴ നഗരത്തിന്റെ പല കേന്ദ്രങ്ങളിലും പടക്ക വിപണികൾ സജീവമാണെന്ന് വ്യാപാരികൾ പറയുന്നു. നമ്മുടെ മൂവാറ്റുപുഴയിലെ എല്ലാ നാട്ടുകാർക്കും ഞങ്ങൾ നല്ല രീതിയിൽ പടക്കങ്ങളെ കൊടുക്കുന്നുണ്ട്. ഇവിടെ കമ്പിത്തിരി ആണെങ്കിലും ചൈനയുടെ അങ്ങനെ നല്ല ഐറ്റംസാണ് ഇവിടെ കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കുഴപ്പമില്ല. ആൾക്കാർ ഇപ്പോൾ ഈ ചൂട് കാരണം കുറച്ച് ആൾക്കാർ കുറവാണ്. ഉച്ച കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ തിരക്ക് വരുന്നത്. പുതിയ ഐറ്റംസുകൾ പല സ്ഥലം ഇതൊക്കെ ഈ ഷോട്ടുകളൊക്കെ നല്ല പുതിയ മോഡലുകളാണ്. നല്ല നമ്മളെ അമ്പലങ്ങളിലൊക്കെ പൊട്ടി തെറിച്ച് മുകളിൽ പോയി പൊട്ടണ ടൈപ്പ് സാധനമാണ് അതൊക്കെ. പുതിയ പേരാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഷോട്ടുകളാണ് കൂടുതലും ഇത് വരുന്നത്. ഷോട്ടിനാണ് പ്രാധാന്യം. പണ്ടൊക്കെ എല്ലാം പൂക്കുറ്റി ഇതെല്ലാം ഒരുപോലെ തന്നെ ഷോട്ടുകളാണ് കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഒരു 12 ഷോട്ടുള്ള ഐറ്റമാണ്. വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ വിഷു ആഘോഷിക്കാൻ നല്ലൊരു ഐറ്റമാണിത്. മാലിന്യരഹിതവും പുക നിയന്ത്രിക്കാവുമെന്ന പ്രത്യേകത ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ പടക്കങ്ങൾ വിപണിയിലെത്തുന്നത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.
മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശന ഒരുക്കങ്ങൾ പൂർത്തിയായി. 5 മുതൽ മേൽശാന്തി വാസുദേവ ശർമ്മയുടെ നേതൃത്വത്തിൽ മഹാവിഷുക്കണി ദർശനം നടത്തപ്പെടും. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ രാവിലെ 5 മുതൽ മേൽശാന്തി വാസുദേവ ശർമ്മയുടെ നേതൃത്വത്തിൽ മഹാവിഷുക്കണി ദർശനം നടത്തപ്പെടും. ദർശനത്തിന് ശേഷം മേൽശാന്തിയിൽ നിന്ന് ഭക്തർക്ക് വിഷുക്കൈനീട്ടവും ഒരുക്കിയിരിക്കുന്നു. തുടർന്ന് 7-ന് മഹാപുഷ്പാഭിഷേകവും നടത്തപ്പെടും. നാളെ മേടം 2 വിഷു. സമ്പൽ സമൃദ്ധിയുടെ ഈ വിഷു എല്ലാ മലയാളികളും ആഘോഷിക്കുന്നു. ക്ഷേത്രവും അതിന് തയ്യാറെടുത്തിരിക്കുന്നു. എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് നാളെ രാവിലെ 5 മണി മുതൽ വിഷുക്കണി ദർശനം, വിഷുക്കൈനീട്ടം, പുഷ്പാഭിഷേകം എന്നിവ ദർശിച്ച് ഭഗവാന്റെ അനുഗ്രഹാശിസുകൾക്ക് വേണ്ടി അനുഗ്രഹം നേടുന്നതിന് വേണ്ടി എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭക്തർക്ക് നാണയപ്പറ സമർപ്പിക്കാനുള്ള സൗകര്യവും വിഷുദിനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. മൂവാറ്റുപുഴ നഗരസഭാ പ്രദേശത്തെ വളർത്തുനായ്ക്കൾക്ക് നിർബന്ധമായും ലൈസൻസ് എടുക്കണമെന്ന് നിർദ്ദേശം. നഗരസഭാ പ്രദേശത്ത് നായ്ക്കളുടെ ആക്രമണവും അനുബന്ധ രോഗവ്യാപനവും തടയാൻ മുൻകരുതലെടുക്കുന്നതിന് ഫെബ്രുവരിയിൽ ചേർന്ന ജനകീയ സർവകക്ഷി സമിതി തീരുമാനിച്ചിരുന്നു. വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് കരസ്ഥമാക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകാനും യോഗം തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വളർത്തുനായ്ക്കൾക്ക് കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 437 പ്രകാരം ലൈസൻസ് നിർബന്ധമാക്കിയതായി നഗരസഭാ സെക്രട്ടറി അറിയിച്ചത്. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. വിഷുവിനെ വരവേൽക്കാൻ കോതമംഗലം സ്വദേശിയായ 75-കാരൻ തന്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പിന്റെ തിരക്ക്. വാരപ്പെട്ടി സ്വദേശി മഹറൂബാണ് തന്റെ കഠിനാധ്വാനത്തിലൂടെ മാതൃകയാകുന്നത്. മലയാളികളുടെ ആഘോഷവും പ്രതീക്ഷയുമായ വിഷുവിനെ വരവേൽക്കാൻ കോതമംഗലം സ്വദേശിയായ 75-കാരൻ തന്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. കോതമംഗലം വാരപ്പെട്ടി സ്വദേശി പുന്നേക്കോട്ടയിൽ മഹ്റൂബ് എന്ന 75-കാരൻ തന്റെ കഠിനാധ്വാനത്തിലൂടെ എല്ലാവർക്കും മാതൃകയായിരിക്കുകയാണ്. മണ്ണിനോടുള്ള സ്നേഹത്തിന് ഒരിക്കലും പ്രായം കാണില്ലെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് മഹ്റൂബിന്റെ കൃഷിയിടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേബിൾ കണക്ഷൻ്റെ ഒരു ചോട് നോക്കി പിടിച്ചേ. അപ്പം വെള്ളരി, കുക്കുംബർ, പയർ, തണ്ണിമത്തൻ, ചീര തുടങ്ങിയവയുടെ വിളവെടുപ്പാണ് നടന്നത്. വയസ്സിന്റെ ബുദ്ധിമുട്ടുകളൊന്നും കണക്കാക്കാതെ ദിനവും വയലിൽ ചെലവഴിച്ച് വളർത്തിയ ഈ കൃഷി ഇന്നിവിടെ വിഷുവിന്റെ സന്തോഷമായി മാറുകയാണ്. തനിക്ക് കൃഷി ചെയ്യുന്നത് വളരെ ഇഷ്ടമാണെന്നും കാർഷിക കുടുംബത്തിൽ ജനിച്ച താൻ വളരെ ചെറുപ്പം മുതൽ കൃഷി ചെയ്തു വരികയാണെന്നും ഇതാണ് തന്റെ സന്തോഷമെന്നും മഹ്റൂബ് പറഞ്ഞു. ഞാൻ ഈ തവണ വിഷു പ്രമാണിച്ച് പാടത്ത് ഒരു 80 സെൻറ്റ് സ്ഥലത്ത് പയറ്, കുക്കുംബർ, വെള്ളിരി, തണ്ണിമത്തൻ, ചീര മുതലായ കൃഷികൾ ചെയ്തിരുന്നു. ഈ തവണ വിഷുവിന് വെള്ളിരി ഓർഡറുണ്ട്. എല്ലാ ഓർഡറും തീർന്നു. ഇനിയിപ്പോൾ മൂന്നാമത്തെ പറച്ചിലാണ്. ഇപ്പോൾ മൂന്നാമത്തെ പറച്ചിൽ കഴിഞ്ഞ് ഇതിന് ഓർഡറുണ്ട്. നല്ല രീതിയിലുള്ള വില കിട്ടിയിട്ടുണ്ട്. അതുപോലെ തണ്ണിമത്തന് വിലയുണ്ട്. പിന്നെ കുക്കുംബറിന് എല്ലാത്തിനും നല്ല വില, ഈ തവണ നല്ല വില കിട്ടി. അതുപോലെ കൃഷിഭവനിൽ നിന്നും നമുക്ക് എല്ലാ സഹകരണങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. അത് ഞാൻ പണ്ട് വളരെ കൃഷി ചെയ്ത കാരണം ഇപ്പോഴും അതിനോട് ഇപ്പോഴും താല്പര്യമാണ്. കാര്യം കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിലും കൃഷിയോട് താല്പര്യ കാരണമാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. പ്രായം ഒരു തടസ്സമല്ല, ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് എന്ന മഹ്റൂബിന്റെ ഈ അധ്വാനം പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു പാഠമാണ്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം റൂറൽ 7ാമത് ജില്ലാ സമ്മേളനം 22-ന് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടക്കും. സ്വാഗത സംഘം ഓഫീസ് വെള്ളൂർകുന്നത്ത് KSP PWA റൂറൽ ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റ്യൻ IPS ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പോൾ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ ഹൗസിംഗ് ബോർഡിന് സമീപം താമസിക്കുന്ന ഗംഗാ നിവാസിൽ പരേതനായ ഡോക്ടർ N ഗംഗാധരന്റെ ഭാര്യ ശാന്തകുമാരി VN 77 നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 2:30-ന് മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനത്തിൽ. മക്കൾ ചിത്ര, ഹരീഷ് ജി, മരുമക്കൾ പ്രശാന്ത് ശുക്ല, കവിത ഹരീഷ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.